ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള തത്വചിന്തകനും സന്യാസിയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, എല്ലാം ഒരു മനുഷ്യന് മാത്രം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവന് പരന് സുഖത്തിനായി വരേണം എന്നുള്ളതുമായിരുന്നു അദ്ദേഹത്തിന്റെ ആജീവന ലക്ഷ്യം. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പോരാടിയ അദ്ദേഹം കേരള സമൂഹത്തെയാകെ നവോത്ഥാനത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു. വിവേകം താനേ വരില്ല, യത്നിക്കാൻ ധാരാളം വായിക്കണമെന്ന് പഠിപ്പിച്ചു ഗുരു. മടിയന്മാരായാൽ നീതിക്കു നിരക്കാത്തത് ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കുൾപ്പെടെ ദൈവാരാധന നടത്തുവാനായി ശ്രീനാരായണ ഗുരു കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഏതാണ്ട് 40ഓളം ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. 2 തവണ ശ്രീലങ്ക സന്ദർശിക്കുകയും അവിടെ ക്ഷേത്രപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. തന്റെ സാമൂഹിക പരിഷ്കാരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഡോക്ടർ പൽപുവിന്റെ പ്രേരണയാൽ അദ്ദേഹം 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. 1916 ജാതിയില്ലാ വിളംബരത്തിലൂടെ താൻ ഒരു ജാതിയുടെയും മതത്തിന്റെയും വക്താവായ ആളല്ലെന്നും താൻ ജാതിയും മതവും ഉപേക്ഷിച്ച് സംവത്സരങ്ങൾ കഴിഞ്ഞുവെന്നും ഗുരു വ്യക്തമാക്കി. 1885 പിതാവ് മരിച്ചതിനു ശേഷം ഗ്രാമങ്ങളിൽ അദ്ദേഹം നിത്യസഞ്ചാരം തുടങ്ങി. കടൽ തീരത്തും മലകളിലും പോയിരുന്നു ധ്യാനം നടത്തുക പതിവായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹം തന്റെ സഹപാഠിയായ പെരുന്നള്ളി കൃഷ്ണൻ വൈദ്യരുടെ വീട്ടിൽ വെച്ച് കുഞ്ഞൻ പിള്ളയുമായി പരിചയപ്പെട്ടു. ഇദ്ദേഹമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ആത്മമിത്രമായി മാറിയ ചട്ടമ്പി സ്വാമികൾ. കുഞ്ഞൻപിള്ള നാണുവിനെ തൈക്കാട്ടയ്യാവെന്ന് യോഗിയുമായി പരിചയപ്പെടുത്തി. യോഗി തൈക്കാട്ടയ്യാവിന്റെ കീഴിൽ നാണുവാശാൻ ഹഠയോഗം മുതലായ വിദ്യകൾ പഠിച്ചു. പിന്നീട് അദ്ദേഹം ദേശാടനം തുടങ്ങി. മങ്ങാട്ട് വരമ്പൻ ഔസഫും ചട്ടമ്പി ശാശാൻ മഴവിളയിൽ മാനുവേൽ നസ്രത്തും സഹപാഠികളായതിനാൽ അവരെയും ഗുരു ഹഠയോഗം അഭ്യസിപ്പിച്ചിരുന്നു. അഷ്ടമുടി കായലിന്റെ തീരപ്രദേശമായ കണ്ടച്ചിറയിലും മുട്ടത്തുമലയിലുമായിരുന്നു 2 പഠനകളരികൾ. ശ്രീനാരായണ ഗുരുവിനെ ഒരു മതപരിഷ്കർത്താവ്, സാമൂഹികോദ്ധാരകൻ എന്നീ നിലകളിലാണ് കൂടുതൽ പേരും അറിയുന്നത്. ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെ നല്ലൊരു ഭാഗവും കാവ്യരൂപത്തിലുള്ളവയാണ്. ദർശനമാല തുടങ്ങി സംസ്കൃതത്തിലും ആത്മോപദേശക ശതകം തുടങ്ങി മലയാളത്തിലുമായി അദ്ദേഹം അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട്.